ട്രാൻസ്ജെൻഡർ സൈനികരെ US സൈന്യത്തിൽ നിന്നും ഒഴിവാക്കാനാണ് അമേരിക്കയുടെ നീക്കം. സർവീസിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കവുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഇനി സൈന്യത്തിൽ ചേർക്കില്ലെന്ന് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ പെന്റഗൺ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ തീരുമാനം. സർവീസിലുള്ള ട്രാൻസ്ജെൻഡർ സൈനികരെ 2 മാസത്തിനുള്ളിൽ കണ്ടെത്തി ഒഴിവാക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ സൈനികരെ കണ്ടെത്താനുള്ള നടപടിക്രമം 30 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ച് നടപ്പിലാക്കും. US സൈന്യത്തിൽ 15,000 ട്രാൻസ്ജെൻഡറുകളാണ് ജോലി ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ. അതേസമയം ധാതു ഖനന കരാർ വിഷയത്തിൽ യുക്രൈന് സുരക്ഷാ ഉറപ്പുകൾ നൽകേണ്ടത് യൂറോപ്പാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് സുരക്ഷാ ഉറപ്പ് ലഭിക്കില്ല എന്നും ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. വൈറ്റ് ഹൌസിൽ വെച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. റഷ്യയിൽ നിന്ന് സുരക്ഷാ ഉറപ്പ് തന്നാൽ ധാതു നിക്ഷേപത്തിന്റെ കാര്യത്തിൽ എന്ത് കരാറിനും സന്നദ്ധമാണ് എന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ നേരത്തെയുള്ള അഭിപ്രായം. സെലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടണിലെത്തി കരാർ ഒപ്പിടുമെന്ന് ട്രംപ് പറഞ്ഞു. ഉറപ്പ് ലഭിക്കാതെയാണ് സെലൻസ്കിയുടെ വരവ്. ട്രംപ് സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് യുക്രൈൻ കരാറിന് വഴങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.